ഇന്നുണ്ടല്ലോ നല്ല മത്തി കിട്ടി കേട്ടോ. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പരിക്കുകളും ഇല്ലായിരുന്നു. സാധാരണ അങ്ങനെ കിട്ടാറില്ലാത്തതാണേ. അപ്പോൾ അത് നല്ലതായതുകൊണ്ട് 2 കിലോ മേടിച്ചു കേട്ടോ. വെട്ടിയെടുക്കാനൊക്കെ കുറച്ച് ചെറുതായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതൊക്കെ നല്ലപോലെ വെട്ടിയെടുത്ത് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്ത്, പേസ്റ്റ് എന്നല്ല ചതച്ചെടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി ആട്ടോ കേട്ടോ. ഒരുപാട് എരിവ് കയറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ. പിള്ളേർക്കൊക്കെ കഴിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പം അത്ര ഇട്ട് പിന്നെ അതിനകത്ത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പും പിന്നെ വേണ്ടവർക്ക് വെളിച്ചെണ്ണയോ നമ്മുടെ നാരങ്ങാനീര് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ടേസ്റ്റ് ആട്ടോ. എന്ത് ചേർത്താലും ടേസ്റ്റാണ്. ഞാൻ ഉപ്പ് വെള്ളമായിട്ടാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നാരങ്ങാനീരൊന്നും ചേർത്തിട്ട് വെളിച്ചെണ്ണ ചേർക്കാറില്ല കേട്ടോ ഞാൻ. അങ്ങനെ നല്ലപോലെ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ ടേസ്റ്റൊക്കെ എല്ലായിടത്തും പിടിക്കത്തുള്ളൂ കേട്ടോ. സ്പൂൺ വെച്ച് കുഴച്ച് കഴിഞ്ഞാലും ശരിയാകില്ല കേട്ടോ. നല്ലപോലെ കൈ വെച്ച് തന്നെ. ഇത് പിന്നെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ കൈ വെച്ച് കുഴച്ചാലും അങ്ങനെ ഇതായി പോകുമൊന്നുമില്ല കേട്ടോ. നല്ല മത്തിയായിരുന്നു. അങ്ങനെ കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നങ്ങനെ കിട്ടി കേട്ടോ. അപ്പോൾ നല്ലപോലെ കറിവേപ്പില എല്ലാം കിടപ്പുണ്ട്. നല്ലപോലെ കുഴച്ചെടുത്ത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ നല്ല കേട്ടോ. എല്ലായിടത്തോട്ട് ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറിവേപ്പിലൊക്കെ നമ്മൾ ഫുള്ളായിട്ടല്ലേ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഒരു ഇരുമ്പിൻ്റെ തന്നെ ചട്ടി കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടുവേ. ഇതിനകത്ത് 25 മത്തി ഒന്നിച്ചായിട്ടേക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ തോന്നിയല്ലോ. പക്ഷേ അത് ചെറുതായതുകൊണ്ട് തന്നെ 25 എണ്ണം ഉണ്ട്. എണ്ണി തന്നെയാട്ടോ ഇട്ടത്. അത് ഇങ്ങനെ കുഴി ആയതുകൊണ്ട് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഷാഡോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലൊന്നും ഒന്ന് വേകും. പക്ഷേ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് സാധാരണ ഞാൻ ചെയ്യാറ്. അപ്പോൾ അതാകുമ്പോൾ മുഴുവൻ കഴിക്കാമല്ലോ. നമ്മുടെ നത്തോലിയൊക്കെ പോലെ ഫുള്ളായിട്ട് കഴിക്കാവേ. നല്ലപോലെ ഉള്ളിലൊക്കെ ഫ്രൈ ആവില്ല. അപ്പോൾ പിള്ളേരുടെ തൊണ്ടയിൽ മുള്ളൊന്നും പോകുകയില്ല കേട്ടോ. അതുകൊണ്ടായിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്. മെയിനായിട്ടും അതാ കാരണം. പിള്ളേർ നല്ലപോലെ കഴിച്ചോളും കേട്ടോ. തൊണ്ടയിലൊക്കെ മുള്ള് പോയാൽ പിന്നെ പാടല്ലേ. സാധാരണ നമ്മൾ കറി ഉണ്ടാക്കിയാലും അങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മത്തി നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുകയായിട്ട്. അതാകുമ്പോൾ ഫുള്ള് കഴിക്കുകയും ചെയ്യാം, മുള്ളൊന്നും കളയാതെ തന്നെ കഴിക്കുകയും ചെയ്യാം. വേറെ അപകടമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.